ഇസ്കോൺ സന്യാസിമാർക്കെതിരായ നടപടിയിൽ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം വഷളാവുകയാണ്. 2 സന്യാസിമാരെ അറസ്റ്റ് ചെയ്തതിൽ ബംഗ്ലാദേശിന്റെ വിശദീകരണം ഉചിതമല്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ന്യൂനപക്ഷങ്ങൾക്കെതിരായി ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇന്ത്യ കുറ്റപ്പെടുത്തി. ഇന്ത്യയിലെ ബംഗ്ലാദേശ് സ്ഥാനപതി വഴി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്കറിയാം, ഈ സംഭവം തുടങ്ങുന്നത് ഈ ചിന്മോയ് കൃഷ്ണദാസ് എന്ന് പറയുന്ന അവിടുത്തെ സന്യാസിയെ ഈ ബംഗ്ലാദേശിലെ പതാകയെ അപമാനിച്ചു എന്ന പേരിലാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനെ തുടർന്ന് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു. ഇപ്പോൾ 2 സന്യാസിമാരെ കൂടി അറസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല 60ഓളം ഹിന്ദു സന്യാസിമാരും ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന സമയത്ത് ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ വെച്ച് അവരെ തടയുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാര്യങ്ങൾ അത്ര ശുഭസൂചകമല്ല ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത്. ബംഗ്ലാദേശിൽ മൈനോറിറ്റിയാണ് ഹിന്ദുമതം എന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ. അപ്പോൾ ആ മൈനോറിറ്റിയിൽപ്പെട്ടവർക്ക് നേരെയാണ് ബംഗ്ലാദേശിൽ അതിക്രമം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഹിന്ദു സന്യാസിമാരെ, ഈ ചിന്മോയ് കൃഷ്ണദാസിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയവരാണ്, അവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആവശ്യമില്ലാതെ പ്രകോപനം ഉണ്ടാക്കുകയാണ്. അവിടെ ഹിന്ദുമതത്തിൽപ്പെട്ടവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലേ എന്നതാണ് ചോദ്യം. ഇന്ന് ഈ കാര്യത്തിൽ വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തുമെന്നാണ് അറിയുന്നത്. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഈ ബംഗ്ലാദേശിലെ ഈ ഹിന്ദു സന്യാസിമാർക്കും ഒപ്പം ഹിന്ദുമതത്തിൽപ്പെട്ട ചില ആളുകൾക്കുമെതിരെ അവിടെ ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം ഉലയുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകളും വരുന്നു. ഇന്നിപ്പോൾ പാർലമെന്റിൽ ഏത് തരത്തിലുള്ള പ്രസ്താവനയായിരിക്കും വിദേശകാര്യ മന്ത്രാലയം നടത്തുക? ആർക്ക്? ഡോക്ടർ അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും അടുത്ത അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ആ ബന്ധം ഉലയുന്നു എന്നത് വസ്തുതയാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ആ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉചിതമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നെങ്കിലും ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് പക്ഷേ അത്തരത്തിലുള്ള ഒരു അയഞ്ഞ സമീപനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുതയായി നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വൈദ്യുതിയുടെ ഒരു വിഷയം സൂചിപ്പിച്ചിരുന്നു. ആ വൈദ്യുതി വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഇടപെടാനായിട്ട് ഇന്ത്യ തയ്യാറല്ല എന്ന നിലപാട് ബംഗ്ലാദേശിനെ അറിയിച്ചിരുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനം മറുവശത്ത് കാണുന്നവർ ഉണ്ട്. ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്കോൺ സന്യാസിമാർക്ക് എതിരെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ അത് അനുചിതവും മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഭാഗവുമാണ് എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള ഇന്ത്യയുടെ പ്രതിഷേധം ഇന്ത്യ ബംഗ്ലാദേശിനെ അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ UN അടക്കം ഈ വിഷയം ഉന്നയിക്കാനായിട്ടാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് നിലവിൽ സ്വീകരിക്കുന്ന ഈ ന്യൂനപക്ഷ വിരുദ്ധ സമീപനം അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഫണ്ടുകളുടെയും സഹായത്തിൻ്റെയും കാര്യത്തിൽ പുനർവിചാരണയ്ക്ക് ഇന്ത്യയെ പ്രേരിപ്പിക്കും എന്ന ഒരു വസ്തുത കൂടി നമുക്ക് മുന്നിൽ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടിലേക്ക് ഇന്ത്യ കടക്കും എന്നാണ് ലഭ്യമാകുന്ന സൂചന. നിലവിൽ ഈ ബംഗ്ലാദേശിലെ വിവിധ ഇടങ്ങളിൽ ഈ ഇസ്കോൺ സന്യാസിമാർക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാകുന്നുണ്ട്. അതിർത്തി ഈ ബംഗ്ലാദേശിലേക്ക് മടങ്ങാനായിട്ട് പോയ ഒരു വിഭാഗം ഈ ഇസ്കോൺ ഭക്തരെയും സന്യാസിമാരെയും അതിർത്തിയിൽ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർ ഇന്ത്യയിലേക്ക് പോയത് നിയമവിരുദ്ധമായിട്ടാണ് എന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. ഒപ്പം തന്നെ മുന്നി സഹായെ പോലെയുള്ള മാധ്യമപ്രവർത്തകരെ ബംഗ്ലാദേശിൽ പോലീസ് തടയുകയും അവരെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബംഗ്ലാദേശിൽ ഇത് മാത്രമല്ല മറ്റ് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മാധ്യമപ്രവർത്തകരുടെ അക്രഡിറ്റേഷൻ അടക്കം റദ്ദാക്കുന്ന നടപടികളിലേക്ക് ബംഗ്ലാദേശ് സർക്കാർ പല വ്യാപകമായിട്ട് കടന്നിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഈ വിഷയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതീവ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ചർച്ചയ്ക്ക് തുടർച്ചയായിട്ടും ഉള്ള ഇന്ത്യയുടെ ഇടപെടലിനോടും അനുകൂലമായിട്ടല്ല ബംഗ്ലാദേശ് പ്രതികരിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് എസ് ജയശങ്കറിൻ്റെ പ്രസ്താവന ഇന്ന് പാർലമെന്റിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത്. ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന സമീപനം എന്താണ്, ഇന്ത്യ ഇനി ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എസ് ജയശങ്കർ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പാർലമെന്റിൽ വ്യക്തത നൽകും. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിലെ ഇന്ത്യയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇന്ത്യ സ്വീകരിച്ച സമീപനങ്ങൾ അത് കഴിഞ്ഞ വർഷങ്ങളിൽ സ്വീകരിച്ച ചില അയഞ്ഞ സമീപനങ്ങൾ കൂടി ഇപ്പോഴത്തെ ഈ ബംഗ്ലാദേശിൻ്റെ ഈ നിലപാടിന് കാരണമായി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇന്ത്യയോട് അധിക നാൾ ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെ ഒരു തർക്കിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു രാജ്യമല്ല. പ്രത്യേകിച്ച് ഇന്ത്യ നൽകുന്ന പല സഹായങ്ങളും അവരുടെ ജീവൽഗന്ധിയായിട്ടുള്ള പല വിഷയങ്ങളെയും ബാധിക്കും എന്നുള്ളത്
എന്നുള്ളത് കൊണ്ട് തന്നെ തർക്കിച്ച് മുന്നോട്ട് പോവുക എന്നത് ബംഗ്ലാദേശിന് സാധ്യമല്ല. ആ വിധത്തിലേക്ക് പ്രകോപനം ഉണ്ടാക്കുകയാണ് പക്ഷേ ബംഗ്ലാദേശ് ഇപ്പോൾ ചെയ്യുന്നത്. ശരിയാണ്. താങ്ക് യു ആർ കെ പറഞ്ഞതുപോലെ ഇന്ത്യയുമായിട്ട് അങ്ങനെ ഒരുപാട് കാലം സംഘർഷത്തിലൊന്നും പോകാൻ ബംഗ്ലാദേശിന് കഴിയില്ല. പല കാര്യങ്ങളും ഇന്ത്യയുടെ ആശീർവാദത്തിലാണ് ബംഗ്ലാദേശ് കഴിയുന്നത്. എന്ന് കരുതിയ രാജ്യത്തിന് ആത്മാഭിമാനം പണയം വയ്ക്കണം എന്നല്ല, പക്ഷേ അവിടെ താമസിക്കുന്ന ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട സന്യാസിമാരുടെയും അവിടെയുള്ള ഇന്ത്യക്കാരുടെയും ഒക്കെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ രാജ്യത്തിന് ബാധ്യതയുണ്ട്. മൈനോറിറ്റി ആണെന്ന് കരുതി അവരുടെ മേലിൽ കുതിര കയറാൻ പോകരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.